ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇൻഫിനിറ്റിയുടെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബോക്സ് ഫ്രണ്ട് സൈഡിലായിട്ട് കാണാം ഇൻഫിനിറ്റി ബൈ ഹർമാൻ. ഇത് ഹർമാൻ എന്ന് പറയുന്നത് സാംസങ് ബ്രാൻഡാണ്. അതുപോലെ ഇൻഫിനിറ്റി, അതുപോലെ AKG ഒക്കെ അവരുടെ ബ്രാൻഡാണ്. പിന്നെ താഴെ ബ്ലൂടൂത്തിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. ഇവിടെ പിന്നെ ഡീപ് ബാസ് 3 ഈക്വലൈസർ സൊല്യൂഷൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മോഡലാണ് ഹാർഡ്രോക്ക് 210. പിന്നെ 100 വാട്ടാണ് ഇതുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രൈസിങ്ങൊക്കെ മുകളിലാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ കാണാൻ മോഡൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് ഒരു ജസ്റ്റ് വലിയ നമ്പറാണ്. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ 2.1 മൾട്ടിമീഡിയ സ്പീക്കർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ MRP 8000 കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ബിഗ് ബില്യൺ സെയിൽസിലാണ്ട് 4500 വന്നിരിക്കുന്നത്, റേറ്റ് വന്നിരിക്കുന്നത്. അതുപോലെ മന്ത് ആൻഡ് ഇയർ ഇമ്പോർട്ട് സെപ്റ്റംബർ 2020. കൺട്രി ഓഫ് മാനുഫാക്ചർ ചൈനയാണ്. അതുപോലെ ഇമ്പോർട്ടഡ് ആൻഡ് മാർക്കറ്റ് ബൈ ഹർമാൻ ഇന്റർനാഷണൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. പിന്നെ അതിൻ്റെ പടങ്ങളാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സായിട്ട് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫീച്ചേഴ്സ് ഫുൾ കൊടുത്തിരിക്കുന്നത്. ഫ്രീക്വൻസി റേഞ്ച് 20 Hz ആണ്. പിന്നെ ഇൻപുട്ട് 100 to 240 വാട്ട്. അതുപോലെ സോഴ്സ് ഇൻപുട്ട് നമുക്ക് ബ്ലൂടൂത്ത് ഉണ്ട്, USB ഉണ്ട്, പിന്നെ RCA ഉണ്ട്. അതുപോലെ കേബിൾ ലെങ്ത്ത് 180 cm ഉണ്ട്. കൺട്രോൾ സ്റ്റാൻഡ് ബൈ, സോഴ്സ് നമ്മളിപ്പോൾ അതിൻ്റെ കൺട്രോൾസാണ് റിമോട്ടിലത്തെ. അതുപോലെ ഈക്കോ ബട്ടൺ എന്ന സാധനമുണ്ട്. അതുപോലെ സബ് വൂഫർ ഉണ്ട്. പിന്നെ സാറ്റലൈറ്റിൻ്റെ ലെങ്ത്തൊക്കെയാണത്. പിന്നെ ഇവിടെ യൂസ് വിത്ത് മൊബൈൽ, അതുപോലെ ടാബ്, ലാപ്ടോപ്പ്, TV അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വിസിറ്റസ് അറ്റ് www.harmanaudio.in. അത് അവരുടെ ഇന്ത്യൻ സൈറ്റാണ്. ഇന്ത്യൻ ഹർമൻകാരുടെ ഓഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും ഡയറക്റ്റായിട്ട്. അതിൻ്റെ ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നത് അതും പറഞ്ഞ മോഡൽ നമ്പറാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്, ഹാർഡ്രോക്ക് 210. അതുപോലെ പവർഫുൾ 2.1 സ്പീക്കർ സെറ്റ് വിത്ത് പൾസേറ്റിംഗ് LED ഇലിമിനേറ്റഡ് സബ് വൂഫറാണ്. അത് LED ഉണ്ട് ഉള്ളിൽ. നമ്മുടെ പാട്ട് പ്ലേ ചെയ്യുന്നതിനനുസരിച്ച് അതിങ്ങനെ കളറ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. കളർ മാറില്ല, സിംഗിളാണ്, ബ്ലൂ കളറാണെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ 100 വാട്ടാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ PC, ലാപ്ടോപ്പ്, TV ഇതൊക്കെ പറ്റും അതിന്. പിന്നെ വുഡൻ സബ് വൂഫറാണ്. പിന്നെ റിമോട്ട് ഉണ്ട്. അതുപോലെ സ്മാർട്ട് പവർ മാനേജ്മെൻ്റ് ആണ്. നോട്ട് യൂസ് ചെയ്യുമ്പോൾ സ്റ്റാൻഡ് ബൈയിൽ പോകും. അതുകൊണ്ട് പിന്നെ പാക്കേജ് കണ്ടൻറ്റ് സബ് വൂഫർ ഉണ്ട്, 2 സാറ്റലൈറ്റ് സ്പീക്കർ ഉണ്ട്. അതുപോലെ വയർലെസ് റിമോട്ട് ഉണ്ട്, ബാറ്ററി ഇൻക്ലൂഡഡ്. പിന്നെ പവർ കേബിൾ, ഓഡിയോ കേബിൾ, പിന്നെ യൂസർ ഗൈഡാണുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സീല് നല്ല പാക്ഡ് സീലായിരുന്നു. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് വെൽക്കം ടു ദ ഹർമൻസ് ഫാമിലി. അപ്പോൾ അവരുടെ ബ്രാൻഡുകളാണ് ഈ കൊടുത്തേക്കുന്നത്. ഇൻഫിനിറ്റി ബൈ ഹർമാൻ, JBL, അതുപോലെ AKG, പിന്നെ റിവൽ, അതൊക്കെ ഹർമൻ്റെയാണ്. പിന്നെ ഹർബൻ കോഡാണ് മെയിൻ ബ്രാൻഡ്. പിന്നെ മാർക്ക് ആൻഡ് ലെവൻസൺ ബൈ ഹർമൻ, ഇതൊക്കെ ഹർമൻ്റെ ബ്രാൻഡാണ്. ഹർമൻ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ബ്രാൻഡുമാണ്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. വലിയ ബോക്സ് ആയ കാരണം ക്യാമറയിൽ കൊള്ളുന്നില്ല. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. പോലത്തെ നമ്മുടെ പാക്കേജിലത്തെ എല്ലാം കൂടെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് സബ് വൂഫറാണ്. പിന്നെ 2 സാറ്റലൈറ്റ് സ്പീക്കേഴ്സ് ഉണ്ട്. പിന്നെ ഇത് അതിൻ്റെ സെറ്റും വയറും അതുപോലെ റിമോട്ടൊക്കെയാണ്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് പൊളിച്ച് പുറത്ത് വയ്ക്കും. പിന്നെ ഗ്യാരണ്ടി കാർഡുണ്ട്, ഒരു ബുക്ക്ലെറ്റ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഒന്ന് പൊളിക്കാമല്ല. അപ്പോൾ ഇതാണ് സ്പീക്കറിൻ്റെ മെയിൻ സാധനം. ഇത് സബ് വൂഫറാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് LED ഉള്ളത്. പിന്നെ ഇൻഫിനിറ്റിയുടെ ബ്രാൻഡിങ് ഉണ്ട്. അപ്പോൾ ഇത് നല്ല 2 സാറ്റലൈറ്റ്, ഇതും 2 സ്പീക്കർ ഉണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ വെയ്റ്റ്ലെസ് ആണത്. നമ്മുടെ നോർമൽ കേബിൾ ഉണ്ട്. പിന്നെ അത് കണക്ട് ചെയ്യാനുള്ളത്. പിന്നെ നമുക്ക് ഡോക്ക് ചെയ്യാനുള്ള ഒരു ഓട്ടയും ഉണ്ട്. നോക്കുകയാണെങ്കിൽ തൂക്കിടാം, അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ചെയ്യാം. അങ്ങനെ വെക്കാനുള്ള സിസ്റ്റമാണ് ഇതിൻ്റെ. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ സ്വിച്ചുകളുണ്ട് കുറച്ച്. അതുപോലെ ഒരു USB ഉണ്ട്. നമുക്ക് നമ്മുടെ USB കൂടെ പവർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. USB പോർട്ടുണ്ട്. പിന്നെ 4 സ്വിച്ച് ഉണ്ട്, പവർ ഉണ്ട്, പിന്നെ പോസ് ഉണ്ട്. പിന്നെ നമ്മുടെ സോഴ്സ് സെലക്ട് ചെയ്യാനുള്ള ഇതുണ്ട്, പിന്നെ പവറുണ്ട്, സ്വിച്ച് ഉണ്ട്. അതിൻ്റെ സ്വിച്ചുകളുടെ ഇതിവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റിക്കറിൽ. പിന്നെ ടോപ്പ് സൈഡിലാണെങ്കിൽ ഒന്നുമില്ല. പിന്നെ ബാക്കിലാണുള്ളത്. ബാക്കിൽ ഒരു സബ് വൂഫറിൻ്റെ ഒരു ഓട്ടയുണ്ട്. അതുപോലെ മെയിൻ ഓൺ ഓഫിൻ്റെ ഇതുണ്ട്. പിന്നെ ഇൻഫിനിറ്റിയുടെ ബ്രാൻഡിങ് ഉണ്ട്. അവരുടെ കുറേ എന്താ പറയുക പ്രിക്കോഷൻസും കോഷൻസൊക്കെ ഉണ്ട്. പിന്നെ പവറിൻ്റെ കേബിൾ കുത്തുന്ന സാധനമുണ്ട്. പിന്നെ ഇത് ഈക്കോ മോഡാണ്. അതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ സാറ്റലൈറ്റ്സ് കുത്താനുള്ള പോർട്സും ഉണ്ട്. പിന്നെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ വേറെ ഒന്നുമില്ല, എല്ലാം കാല് തന്നെയാണ്. പിന്നെ ബിൽഡ് ക്വാളിറ്റി നോക്കി കഴിഞ്ഞാൽ നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. JBLൻ്റെയും സാംസങ്ങിൻ്റെയൊക്കെ നോക്കുമ്പോൾ നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് ഒരു പാനസോണിക്കിൻ്റെ ഇട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനായിട്ടും നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ അതിനായിട്ടും കുറച്ച് റേറ്റ് കൂടുതൽ മോഡലാണ്, അത് തന്നെ ആയിരിക്കാനുള്ള സാധ്യത. പിന്നെ നല്ല വെയിറ്റ് ഉണ്ട്. ഇത് വുഡൻ തന്നെയാണ് ശരിക്കും. ഇത് പ്ലാസ്റ്റിക്കാണ്. പിന്നെ കിട്ടിക്കുന്നത് കേബിൾസ് നോക്കുകയാണെങ്കിൽ ഒരു പവർ കേബിളുണ്ട്,
പിന്നെ ഒരു നമ്മുടെ ഓക്സ് കേബിളും ഉണ്ട് നമ്മുടെ മൊബൈലിൽ കണക്ട് ചെയ്യാനുള്ള. പിന്നെ ആവശ്യമില്ലെങ്കിൽ നമുക്ക് ബ്ലൂടൂത്ത് സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നെ റിമോട്ട് നമുക്ക് നോക്കാം. അത് ചെറിയ റിമോട്ടാണ്, ഒരു ഇൻഫിനിറ്റി ബൈ ഹർമൻ എന്നിട്ട് റിമോട്ട് ഉണ്ട്. പിന്നെ ബാറ്ററി ചെറിയ പെൻറ്റ് ബാറ്ററി തന്നെയാണ്. നമുക്കതിപ്പോൾ ഇപ്പോൾ ഇതുവരെ അത് കോണ്ടാക്ട് ഉണ്ടാവില്ല. അപ്പോൾ അത് ഊരാനുള്ള ഒരു ഇതും കൊടുത്തിട്ടുണ്ട് താഴെ. അപ്പോൾ നമുക്ക് ഊരി അപ്പോൾ ഇനി വർക്കിംഗ് ആയി കഴിഞ്ഞാൽ ഡയറക്റ്റ് കുത്തി കഴിഞ്ഞാൽ വർക്കിംഗ് ആയിരിക്കും. പിന്നെ ഒരു ഇൻഫിനിറ്റിയുടെ ഒരു ബുക്കും ഉണ്ട് വിത്ത് വാറണ്ടി കാർഡ്. ഇവിടെ ഒരു ഹർമൻ എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ സെറ്റിങ്സ് എങ്ങനെ ചെയ്യേണ്ടത് അതൊക്കെ കൊടുത്തുള്ളൊരു ബുക്കാണിത്, ഒരു വലിയൊരു ബുക്കാണ്. വാറണ്ടി കാർഡ് ഇതിൽ തന്നെ ആവാനാണ് സാധ്യത. വാറണ്ടി കാർഡ് ഇത് തന്നെയാണ് കേട്ടോ, വേറെ എക്സ്ട്രാ വാറണ്ടി കാർഡൊന്നും ഇല്ല. ഇത് അവിടെ താഴെ ഉണ്ട്. ലിമിറ്റഡ് വാറണ്ടി 1 ഇയർ വാറണ്ടി തന്നെയാണ് അതിൻ്റെ പോലെ. അപ്പോൾ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ പവർ ഓൺ നമ്മൾ കുത്തിയിട്ടുണ്ട്, അതിൻ്റെ പവറിലേക്ക് കുത്തിയിട്ടുണ്ട്. അതുപോലെ ഇത് രണ്ടും കുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. ബാക്കിലാണ് മെയിൻ പവർ സ്വിച്ച്. ഇപ്പോൾ ഞാൻ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അത് ഓൺ ആയിട്ടുണ്ട്. പെയർ നോയിട്ട് വരുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ LED ലൈറ്റ്, ബ്ലൂ കളർ ലൈറ്റാണ് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് പെയർ ചെയ്യാം. ഇപ്പം മൊബൈൽ എടുക്കേണ്ടി വരും. ഇപ്പോൾ ഞാൻ ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇൻഫിനിറ്റി ഹാർഡ്രോക്ക് 210 കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെയർ കൊടുക്കാം. ഇപ്പോൾ പെയറിംഗ് എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കത് ഓക്കെ കൊടുക്കാം. ഇതപ്പോൾ പെയറിങ് ആയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഇതിൽ പറയാനുണ്ട്, സ്പീക്കറിൽ തന്നെ പറയുന്നുണ്ട്. നമുക്കൊരു സൗണ്ട് ജസ്റ്റ് പാട്ട് എന്തായാലും വയ്ക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് വരും. അപ്പോൾ നമുക്ക് ഒരു കോപ്പിറൈറ്റഡ് എന്തെങ്കിലും ഇത് വയ്ക്കാം, മ്യൂസിക് എന്തെങ്കിലും കരോക്കെ പോലത്തെ എന്തെങ്കിലും വയ്ക്കാം. അത് NCS റോയൽ ഫിലിം മ്യൂസിക്കിൻ്റെയാണ് ടൂണാണുള്ളത് യൂട്യൂബിലൊക്കെ. അപ്പോൾ നമുക്ക് അത് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. നല്ല സൗണ്ടാണ് കേട്ടോ, ഭയങ്കര ബാസും. ഇത്ര കുറച്ച് ചെറിയ ഇത്ര സൗണ്ട് വരുന്നത്. ഇത് ഓണായിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സൗണ്ട് കൂട്ടി നോക്കാം. ഇതിൻ്റെ ബ്ലിങ്കിങ് ഈ പാട്ടിനനുസരിച്ച് ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല സൗണ്ട് ഉണ്ട്, നല്ല ബാസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ റിമോട്ട് ഒന്ന് നോക്കാം. ഇതിൽ ഏറ്റവും മുകളിൽ കാണുന്നത് ഓൺ ഓഫ് ആണ്. പിന്നെ നമുക്ക് മ്യൂട്ടിൻ്റെ ഉണ്ട്, പിന്നെ ലൈറ്റ് ഡിം ഓഫ് ആക്കണത് അങ്ങനത്തെ ഉണ്ട്. പിന്നെ ബ്ലൂടൂത്തിൻ്റെ സ്വിച്ച് ഉണ്ട്, ഓക്സിൻ്റെ സ്വിച്ച് ഉണ്ട്, അതുപോലെ USB ഉണ്ട്. പിന്നെ ഇത് ഗെയിമിങ്ങിൻ്റെ സ്വിച്ച് ഉണ്ട്. പിന്നെ നമ്മുടെ ഇത് മ്യൂസിക്കിൻ്റെ സ്വിച്ചാണ്. പിന്നെ ഇത് വീഡിയോ മോഡിൻ്റെ സ്വിച്ചാണ്. പിന്നെ ഇത് കൂട്ടാനും കുറയ്ക്കാനുള്ളത്. പിന്നെ നെക്സ്റ്റും ഫോർവേഡും പോസും സിംഗിൾ സെയിം ഒരു നോർമൽ റിമോട്ട് തന്നെയാണ്. അത്യാവശ്യം എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഒരു 4500 കിട്ടിയത് ശരിക്കും. പക്ഷേ ഇപ്പോൾ 4999 ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ 4-in-1 സ്പീക്കറായിട്ടുള്ളതുണ്ട്. അതുപോലെ 4-in-1 5-in-1 അങ്ങനത്തെ കുറേ മോഡലുണ്ട് വരെ ഇൻഫിനിറ്റിയുടെ തന്നെ. അപ്പോൾ JBL അതിനോട്ടും കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഏകദേശം അതേ ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു 5000 താഴെയുള്ള നോക്കണമെങ്കിൽ ഇത് നല്ലതായിരിക്കും. ഇതിൻ്റെ ലിങ്ക് അതെല്ലാം താഴെ തരാം. അപ്പോൾ ഡയറക്റ്റ് ആവശ്യമുള്ളവർക്ക് വാങ്ങാം. അതുപോലെ ഇതിൻ്റെ 5-in സീരീസിൻ്റെയും ഞാൻ ലിങ്ക് താഴെ ഇടാം. അതുപോലെ പാനസോണിക്കിൻ്റെയും 2-in-1 സീരീസിൻ്റെ ഇടാം. അത് കുറച്ച് പഴയ മോഡലാണ്. അതിപ്പോൾ അവൈലബിൾ ആയിരിക്കാൻ സാധ്യതയില്ല, വേറെ മോഡൽ ഇറങ്ങിയിട്ട് പോയിൻ്റെ. അപ്പോൾ അതിന് ഈ ലൈറ്റ് പരിപാടി അങ്ങനത്തെ ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇതും കുറച്ചുകൂടി ലുക്കും ഉണ്ട്, അത്യാവശ്യം സൈസും വലുതാണ്. പിന്നെ വാട്ടും കൂടുതലാണ്. അത് 100 വാട്ടായിരുന്നു, മറ്റേത് 80 വാട്ടായിരുന്നു. ഡിഫറൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ റിമോട്ടിൽ അധികം ഫങ്ഷൻസ് കുറവാണ്. ഇതിൽ അത്യാവശ്യം കുറവുണ്ട്, ഫങ്ഷൻസ് കൂടുതലുണ്ട്. അപ്പോൾ മറ്റേനായിട്ട് എനിക്ക് തോന്നുന്നത് നല്ലത് തന്നെയായിരിക്കും. അതിൻ്റെ റേറ്റ് പക്ഷേ 3000 എബോവ് ആയിരുന്നു. ഇത് 5000 താഴെയുള്ളതാണ്. റേറ്റ് ഡിഫറൻസും ഉണ്ട്, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.